So previous വീഡിയോയിൽ നമ്മൾ വി ബോർഡ് മാസ് റൂളിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ അതിനെ ഒന്നുകൂടെ സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ഓപ്പറേഷൻ ചെയ്യേണ്ടത് വി ഹാവ് ടു റിമൂവ് വിൻകുലം. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു എക്സ്പ്രഷൻ തന്നിരിക്കുകയാണ് 4 into 3 minus 4. So this is actually 4 into bracketil 3 minus 4. Okay, so which is actually 4 into 3 minus 4 is minus 1. So the answer is minus 4. So ഇങ്ങനെ വിൻകുലം എന്ന് പറയുന്ന ബാർ എക്സ്പ്രഷൻസിനെ നമ്മൾ ആദ്യമായിട്ട് റിമൂവ് ചെയ്യണം. ഓക്കെ, രണ്ടാമത്തേത് ഓപ്പൺ ദ ബ്രാക്കറ്റ്സ്. ഓപ്പൺ ദ ബ്രാക്കറ്റ്സിന്റെ അകത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഏറ്റവും ഇന്നർമോസ്റ്റ് ബ്രാക്കറ്റ് ഷുഡ് ബി given reference. ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഏറ്റവും അകത്തെ ബ്രാക്കറ്റ്സിന്റെ അകത്തെ എക്സ്പ്രഷൻ ആയിരിക്കണം ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം വരുന്ന ബ്രാക്കറ്റ്സ് ആയിരിക്കണം പിന്നീട് ചെയ്ത് വരേണ്ടത്. ഓക്കെ, സാധാരണയായിട്ട് ഏറ്റവും അകത്ത് വരുന്ന ബ്രാക്കറ്റ്സ് സർക്കുലർ ബ്രാക്കറ്റ്സും, രണ്ടാമത് വരുന്നത് കേർലി ബ്രാക്കറ്റ്സും, മൂന്നാമത് വരുന്നത് സ്ക്വയർ ബ്രാക്കറ്റ്സുമാണ്. സോ അത് റിമൂവ് ചെയ്യുമ്പോൾ അതിന്റെ അകത്ത് കുറെ എക്സ്പ്രഷൻസ് കാണും. ആ എക്സ്പ്രഷൻസിന്റെ ഓർഡർ എന്ന് പറയുന്നത് ആദ്യം ഓഫ് എന്ന എക്സ്പ്രഷൻ ആയിരിക്കണം റിമൂവ് ചെയ്യേണ്ടത്, രണ്ടാമത്തേത് ഡിവിഷൻ ആയിരിക്കണം റിമൂവ് ചെയ്യേണ്ടത്, മൂന്നാമത്തേത് മൾട്ടിപ്ലിക്കേഷൻ, നാലാമത്തേത് അഡീഷൻ, അഞ്ചാമത്തേത് സബ്ട്രാക്ഷൻ. ഈ ഓർഡറിലായിരിക്കണം ബ്രാക്കറ്റ്സിന്റെ അകത്തെയും ബ്രാക്കറ്റ്സിന്റെ വെളിയിലെയും എക്സ്പ്രഷൻസ് ഓപ്പറേറ്റ് ചെയ്യും. സോ ഇതിനകത്ത് ഓഫ് എന്ന് പറയുന്ന എക്സ്പ്രഷൻസ് നമ്മൾ പഠിച്ചതാണ്. ഉദാഹരണമായി 3/2 ഓഫ് 5/3 എന്ന് വെച്ചാൽ ആക്ച്വലി മീനിങ് 3/2 into 5/3 എന്നതാണ് മീനിങ് എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇതിന്റെ ആക്ച്വൽ മീനിങ്. സോ നമ്മൾ എടുക്കുന്ന എക്സ്പ്രഷന്റെ അകത്ത് അല്ലെങ്കിൽ ബ്രാക്കറ്റ്സിന്റെ അകത്ത് ഇത്തരത്തിലുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ ആദ്യം ഓഫ് എന്ന് പറയുന്ന എക്സ്പ്രഷനെ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഓഫ് എന്നുള്ളതിനെ ഈ ഫോമിലാക്കണം. ഡിവിഷൻ പിന്നീട് ഓപ്പറേറ്റ് ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഈ ഓർഡറിലാണ് നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ട് എക്സ്പ്രഷൻസ് ഉള്ള, മൾട്ടിപ്പിൾ ആയിട്ട് ഓപ്പറേഷൻസ് ഉള്ള ഒരു എക്സ്പ്രഷൻസ് നമ്മൾ ചെയ്യേണ്ടത്. സോ അതുകൊണ്ടാണ് നമ്മൾ സാധാരണയായിട്ട് ഇതിനെ വി ബോർഡ് മാസ് എന്ന് വിളിക്കുന്നത്. സോ വിൻകുലം ബ്രാക്കറ്റ്സ് ഓഫ് ഡി ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇൻ ജനറൽ വി ബോർഡ് mass. Okay, so this is actually the V board mass. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സിംപ്ലിഫൈ 10/1/2 minus inside the square bracket 3/1/5 divided by 4/1/2 of 5/1/3 plus curly bracket അകത്ത് 11 minus ബ്രാക്കറ്റ് അകത്ത് 2 minus 1/4 minus 5/8ന്റെ ബാക്കി. ഓക്കെ, സോ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ഓപ്പറേഷൻ നടത്തേണ്ടത് വി ബോർഡ് മാസ് എന്ന് പറയുന്നതിന്റെ ആദ്യം വിൻകുലം എന്ന് പറയുന്ന ഓപ്പറേഷൻ ആണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. സോ ദിസ് ഈസ് ആക്ച്വലി, സോ ദ ആൻസർ ഈസ്, ഇതിനെ നമ്മൾ ആദ്യം ഈ എക്സ്പ്രഷൻസിനെ നമ്മൾ മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. സോ 10/1/2 minus 3/1/5 divided by 4/1/2 of 5/1/3 plus bracket അകത്ത് 11 minus 2 minus bracket അകത്ത് 1/4. So 1/4 minus 5/8.
ഇങ്ങനെയാണ് നമുക്ക് ഈ എക്സ്പ്രഷൻസിനെ മാറ്റി നമ്മൾ വിൻകുലം റിമൂവ് ചെയ്യും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും ഇൻസൈഡ് ദ ബ്രാക്കറ്റ്സിലുള്ള എക്സ്പ്രഷൻസിനെ മൂവ് ചെയ്ത് വേണം ബാക്കി പ്രൊസീഡ് ചെയ്യാൻ. ഓക്കെ, ഏറ്റവും ഇൻസൈഡ് ദ ബ്രാക്കറ്റ്സിന്റെ എക്സ്പ്രഷൻ ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിൻ്റെ അകത്താണ് വിൻകുലം ഉള്ളത്. അത് റിമൂവ് ചെയ്ത് വരിക, എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ളത് ചെയ്യുക. സോ ഏറ്റവും ഇൻസൈഡ് ദ ബ്രാക്കറ്റ്സിന്റെ എക്സ്പ്രഷൻ 1/4 minus 5/8. 1/4 is actually 1 plus 1/4, which is simplify ചെയ്യുമ്പോൾ 5/4. So 1/4 minus 5/8 is actually 5/4 minus 5/8 എന്ന് കിട്ടും, which is actually 5/8 എന്ന് തന്നെ ആൻസർ. So ഇതിന്റെ ഇൻസൈഡ് ദ എക്സ്പ്രഷൻ ആൻസർ ഈസ് 5/8. അത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സോ 10 1/2 minus 3 1/5 divided by 4 1/2 of 5 1/3 plus 11 minus 2 minus 5/8. So നമ്മൾ ബ്രാക്കറ്റ് ഇൻസൈഡ് ദ ബ്രാക്കറ്റ് നമ്മൾ റിമൂവ് ചെയ്യും. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അടുത്ത ബ്രാക്കറ്റ് റിമൂവ് ചെയ്യണം. അടുത്ത ബ്രാക്കറ്റിൽ നിന്നുള്ള എക്സ്പ്രഷൻ 2 minus 5/8 എന്നുള്ള എക്സ്പ്രഷൻ ആണ്. സോ അതാണ് നമുക്ക് അടുത്തതായിട്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. 2 minus 5/8. So which is actually 2 into 8 is 16 minus 5 divided by 8, which is actually 11/8 എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനിലേക്ക് വരും. സോ ഇതിന് പകരം ഇത്ര എക്സ്പ്രഷൻസിന് പകരം ഇവിടുത്തെ ഇത്രയും എക്സ്പ്രഷൻസിന് പകരം we can substitute as 11/8. ഇത്രയും എക്സ്പ്രഷൻസിന് പകരമാണ് ഇവിടുത്തെ ഇത്രയും എക്സ്പ്രഷൻസിന് പകരമാണ് നമ്മൾ 5/8 എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ. സോ the answer becomes 10 1/2 minus 3 1/5 divided by 4 1/2 of 5 1/3 plus ബ്രാക്കറ്റിനകത്ത് 11 minus 11/8. ഓക്കെ, സോ അടുത്തായിട്ട് നമ്മൾ ഈ ബ്രാക്കറ്റിനകത്ത് ഈ എക്സ്പ്രഷൻ ആണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ 11 minus 11/8. സോ 11 minus 11/8 ഡിവൈഡ് ചെയ്യുമ്പോൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ 88 minus 11/8. So 77/8. സോ ഇവിടുത്തെ ഇത്രയും എക്സ്പ്രഷൻസിന് പകരം നമ്മൾ 77/8 എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തും. സോ the answer becomes 10 1/2 minus 3 1/5 divided by 4 1/2 of 5 1/3 plus 77/8. നമ്മൾ ബ്രാക്കറ്റ്സ് റിമൂവ് ചെയ്ത് നമ്മൾ വരുന്നു. സോ ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ്സിനകത്ത് ഈ എക്സ്പ്രഷൻസ് മാത്രമേ ഉള്ളൂ. ഈ എക്സ്പ്രഷൻസിനകത്ത് ഡിവിഷൻ ഓഫ് അഡീഷൻ. ഓക്കെ, സോ ഡിവിഷൻ ഓഫ് അഡീഷൻ ഇങ്ങനെ 3 എക്സ്പ്രഷൻസ് ഉള്ളപ്പോൾ നമ്മൾ ആദ്യം ഓഫ് എന്ന് പറയുന്ന എക്സ്പ്രഷൻ ആണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അതിനു മുമ്പേ ഇതെല്ലാം സിംപ്ലിഫൈഡ് ഫോമിൽ ഫ്രാക്ഷന്റെ ഫോമിൽ ആക്കണം. ഓക്കെ, ആദ്യം 3 1/5 which is actually meaning 3 plus 1/5 which is actually 16/5. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. 4 1/2 which is actually 4 plus 1/2 which is actually 9/2. Next is 5 1/3 which is actually 5 plus 1/3 which is actually 16/3. അതുപോലെ തന്നെ 10 1/2. 10 1/2 is actually 10 plus 1/2 which is actually 21/2. So ഇതിനെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എഴുതുമ്പോൾ 21/2 minus 16/5 divided by 9/2 of 16/3 plus 77/8. ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. സോ 21/2 minus 16/5 ആദ്യം ഓഫ് ഓപ്പറേറ്റ് ചെയ്യും.
minus 9, so divided by 9 by 2 into 16 by 3 plus 77 by 8. So ഓപ്പൺ എക്സ്പ്രഷൻ ഇതുപോലെയാണ് എഴുതുന്നത്. സോ അതിനുശേഷം നമ്മൾ ഇത് ക്യാൻസൽ ചെയ്ത് കളയുക. 9ഉം 3 കൂടി ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് 3 കിട്ടും. 2ഉം 16 കൂടി ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് 8 കിട്ടും. സോ ഡിനോമിനേറ്റർ 1 ആകും. സോ 3 into 8 24 by 1 എന്നുള്ളതാണ് നമ്മുടെ എക്സ്പ്രഷൻ. കോമൺ ആയിട്ടുള്ള എക്സ്പ്രഷൻ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട്. സോ ദ ആൻസർ ബിക്കംസ് 24 by 1. So അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ which is equal to 21 by 2 minus 16 by 5 divided by 24 divided by 1 plus 77 by 8. ഇനി വീണ്ടും സിംപ്ലിഫൈ ചെയ്യുക. അടുത്തത് നമ്മൾ ഓപ്പറേഷൻ ചെയ്യേണ്ടത് ഡിവിഷൻ ആണ്. ഡിവൈഡ്, രണ്ട് ഫ്രാക്ഷൻസിനെ ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ ഒന്നിന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. So the expression becomes 21 by 2 minus 16 by 5 into 1 by 24 plus 77 by 8. Okay. ഇനി നമുക്ക് ഈ 16ന്റെയും 24ന്റെയും കോമൺ ഫാക്ടർ ആണ് 8. സോ 8 കൊണ്ട് ഇവിടെ ഡിവിഷൻ നടത്തുമ്പോൾ ഇവിടെ 2 എന്നും ഇവിടെ 3 എന്നും കിട്ടും. Okay, multiplication ആയതുകൊണ്ട് the actual answer 16 into 1 divided by 5 into 24 എന്നുള്ളതാണ്. 16 അകത്ത് 24 അകത്ത് കോമൺ ആയ ഫാക്ടേഴ്സിനെ എടുത്തു വെച്ച് റിമൂവ് HCF എടുത്ത് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് മേളിൽ 2 എന്നും താഴെ 3 എന്നും വരും. അതാണ് ലീസ്റ്റ് ഫോം. സോ ദ ആൻസർ ഈസ് 2 into 1 divided by 5 into 3 എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ എക്സ്പ്രഷൻ. സോ ദ ആൻസർ ബിക്കംസ് 21 by 2 minus bracket jagata which is 2 divided by 3 into 5 which is 15 plus 77 by 8 equal to 21 by 2 minus അടുത്തത് ഇത് ഓപ്പറേറ്റ് ചെയ്യുക. സോ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ 16 plus so 1155 divided by 120 എന്നൊരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. which is equal to 21 by 2 minus 1171 divided by 120. Okay, കാരണം മൈനസ് ബ്രാക്കറ്റ് ഫ്രണ്ടിൽ മൈനസ് ആയതുകൊണ്ട് മൈനസ് ഓപ്പൺ ചെയ്യുമ്പോൾ 21 into 120 minus 2 into 1171 divided by 2 into 120 which is actually equal to 2520 minus 2342 divided by 240. So മേളത്തേത് 2342 2520 subtract ചെയ്യുമ്പോൾ the answer is 178 divided by 240 എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനിലേക്ക് നമുക്ക് കിട്ടും. അതിനെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ ആക്ച്വലി 89 divided by 120 എന്ന് പറയുന്ന ഒരു സിംപ്ലസ്റ്റ് ഫോമിലുള്ള എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. സോ നമ്മൾ ചെയ്തത് ആക്ച്വലി നമുക്ക് വലിയൊരു എക്സ്പ്രഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഏറ്റവും ഇന്നർമോസ്റ്റ് ബ്രാക്കറ്റിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇന്നർമോസ്റ്റ് ബ്രാക്കറ്റിന്റെ അകത്തെ ഓപ്പറേഷൻസിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, അതിനകത്ത് വിൻകുലം നമ്മൾ ഓപ്പൺ ചെയ്തു. അതിനുശേഷം ബ്രാക്കറ്റിന്റെ അകത്തെ ഓപ്പറേഷൻസ് ചെയ്തു. എന്നിട്ട് ആ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി. എന്നിട്ട് അതിന്റെ വെളിയിലുള്ള ഓപ്പറേഷൻസ് ചെയ്തു. ബ്രാക്കറ്റിന്റെ അകത്തെ എക്സ്പ്രഷൻസിന്റെ അകത്ത് എപ്പോഴും ഓഫർ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ഈ ഓർഡർ വേണം ഓപ്പറേഷൻസ് ചെയ്യും.